മെമ്മറി, SMPS, CPU, സെൻട്രൽ പ്രൊസീജിയർ യൂണിറ്റ്, RAM ഇതെല്ലാം ഉണ്ട്. സോഫ്റ്റ്വെയർ, ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ഡ്രൈവർ സോഫ്റ്റ്വെയർ, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ ഹൗസ് ടു ഇൻസ്റ്റാളേഷൻ വിൻഡോസ് പ്രോ വിത്ത് പെൻ ഡ്രൈവ്. SK ടെക് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. മൈക്രോസോഫ്റ്റിൻ്റെ വിൻഡോസ് 10 പ്രോ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുമെന്നാണ് ഇവിടെ കാണിക്കുന്നത്. ബൂട്ടബിൾ പെൻഡ്രൈവ് ഉപയോഗിച്ച് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുമെന്നാണ് ഇവിടെ കാണിക്കുന്നത്. കഴിഞ്ഞ പാർട്ട് 1 വീഡിയോയിൽ ആപ്ലിക്കേഷൻ നോട്ടീസ് ആൻഡ് ലൈസൻസിൻ്റെ ഓപ്ഷനാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ ടിക്ക് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് അടിക്കുമ്പോൾ എൻ്റെ SSDയുടെ പാർട്ടീഷൻ്റെ പേജിലേക്ക് പോകും. പാർട്ട് 1 കാണാത്തവർക്ക് ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. പാർട്ട് 1 കാണുക. ഇത് പാർട്ട് 2 ആണ്. ഇവിടെ SSDയുടെ പാർട്ടീഷൻ്റെ പേജ് ഓപ്പൺ ആയി വരും. ഇവിടെ അപ്ഗ്രേഡും ഉണ്ട്, കസ്റ്റം ഉണ്ട്. നമ്മൾ കസ്റ്റമിൽ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് പാർട്ടീഷൻ്റെ പേജിലേക്ക് ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ 120 GB SSD ആണ് കൊടുത്തിരിക്കുന്നത്. അത് 120 GB SSD സെലക്ട് ചെയ്തതിന് ശേഷം ന്യൂ സെലക്ട് ചെയ്യുക. അപ്പോൾ അവിടെ ഒരു പാർട്ടീഷൻ ചെയ്യാനുള്ള ഒരു പേജ് ഓപ്പൺ ആയി വരും. 1 GB എന്ന് പറഞ്ഞാൽ 1024 MB ആണ്. ഇവിടെ 122,103 MB വരുന്നത്. അതിൽ നമ്മൾ 120,000 ആയിട്ട് അടിച്ചു കൊടുക്കുക. 120,000 അടിച്ചു കൊടുത്തതിന് ശേഷം അത് അപ്ലൈ കൊടുക്കുക. 120,000 MB ആയിട്ട് അടിച്ചു കൊടുക്കുക. നമുക്ക് വേറെ സി ഡ്രൈവിൽ തന്നെ ഈ 120 MB തന്നെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. കുറച്ച് MB മാത്രം സിസ്റ്റത്തിനും ബാക്കിയുള്ളതിനും കൊടുക്കാൻ വേണ്ടിയിട്ടാണ് 120,000 MB ആയിട്ട് അടിച്ചു കൊടുക്കുന്നത്. അങ്ങനെ അടിക്കുമ്പോൾ ഒരു 16 MB MSR റിസർവ്ഡും 95 MB സിസ്റ്റം സ്പേസിനുമായിട്ട് പോകും. അതിൽ അത് എല്ലാം ഒന്ന് ഫോർമാറ്റ് ചെയ്ത് വിടുക. സിസ്റ്റം MB പിന്നെ MSR അതും ഒന്ന് ഫോർമാറ്റ് ചെയ്യുക. ഫോർമാറ്റ് അത് റിസർവ്ഡ് ഫോർമാറ്റ് കാണിക്കുന്നില്ല. പിന്നെ 100 MB ഫോർമാറ്റ് ചെയ്ത് സിസ്റ്റം 117 MBയിലാണ് നമ്മൾ സി ഡ്രൈവായിട്ട് വിൻഡോസ് 10 പ്രോ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അതിന് ഫോർമാറ്റ് ചെയ്തതിന് ശേഷം സെലക്ട് ചെയ്തിട്ട് നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുക്കുമ്പോൾ അതിൻ്റെ കോപ്പിങ് വിൻഡോസ് ഫയൽ വരും. പിന്നെ ഗെറ്റിംഗ് ഫയൽ റെഡി, അതൊരു 100% കാണിക്കും. 100% വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. ഇതിപ്പോൾ ലെങ്ത്ത് കൂടുതലാവാതിരിക്കാൻ വേണ്ടി ഓടിച്ചു വിടുന്നുണ്ട്. നമ്മളിപ്പോൾ SSDയും ബൂട്ടബിൾ പെൻഡ്രൈവ് ഉപയോഗിക്കുന്നതുകൊണ്ട് കാമണിക്കൂർ കൊണ്ട് എത്രയും പെട്ടെന്ന് അത് 100% ആവുകയും ചെയ്യും. പണ്ടൊക്കെ ആണെങ്കിൽ ഹാർഡ് ഡിസ്കും CD ഉപയോഗിച്ചിട്ട് ചെയ്യുന്നതുകൊണ്ട് 1 മണിക്കൂറിന് മുകളിലൊക്കെ വരും. ഇപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ ഇതിൽ നമുക്ക് ഹാർഡ് ഡിസ്കായി കൊടുത്തിരിക്കുന്ന SSDയും പിന്നെ ബൂട്ടബിൾ പെൻഡ്രൈവാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഓൾറെഡി ഡൗൺലോഡ് കംപ്ലീറ്റ് ആയതിനു ശേഷം റീസ്റ്റാർട്ട് ആയിക്കൊണ്ടിരിക്കുന്നു. റീസ്റ്റാർട്ടായിട്ട് ഓണായി വരുമ്പോൾ അതിൻ്റെ ഇനീഷ്യൽ സെറ്റപ്പിലേക്ക് ഓപ്പൺ ആയി വരും. റീസ്റ്റാർട്ട് ആയിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഈ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് പവർ ഓഫ് ആവാതിരിക്കാൻ വളരെ ശ്രദ്ധിക്കണം. UPS എല്ലാം കണക്ട് ചെയ്തിട്ട് വേണം ഇൻസ്റ്റാൾ ചെയ്യാൻ. ഇൻ കേസ് ഓഫായി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ആദ്യം മുതൽ എല്ലാം ചെയ്യുന്നത് ആവശ്യം വരും. ഗെറ്റിംഗ് റെഡി ഓണായി വരുന്നുണ്ട്. ഇത് മദർ ബോർഡ് ഞാൻ കൊടുത്തിരിക്കുന്നത് സെബ്രോണിക്സിൻ്റെ മദർ ബോർഡാണ്. ജസ്റ്റ് എ മൂമെൻറ്റ് ഇനി സ്റ്റാർട്ട് റീജിയൻ, അതായത് ഇന്ത്യ സെലക്ട് ചെയ്തിട്ട് ഓക്കെ കൊടുക്കുക. ഇനി കണ്ടിന്യൂ. കമ്മിങ് സൂൺ പാർട്ട് 3 വീഡിയോ കാണുവാൻ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.